അടുത്തത് മീഡിയ ആൻഡ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ആണ്. മീഡിയ പ്രൊവൈഡ്സ് പീപ്പിൾ ഇൻഫോർമേഷൻസ് ആൻഡ് സ്കിൽസ് നീഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റം. ഒരു രാഷ്ട്രീയ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ജനങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുകളും ഇൻഫോർമേഷൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് മീഡിയ ആണ്, അല്ലേ? ഇപ്പം എനിക്ക് നാളെ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ പോയി സംസാരിക്കണമെങ്കിൽ എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അറിയണം, അല്ലേ? പിന്നെ ഒരു ഡിബേറ്റിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും അറിയണം. ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് അറിയുന്നേ? ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തറിവാണെങ്കിലും അത് ന്യൂസിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ന്യൂസ് കാണുന്നതിലൂടെ ഒരാൾ എങ്ങനെ ഒരു ഡിബേറ്റിൽ പങ്കെടുക്കണം, അല്ലെങ്കിൽ ഒരാൾ ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമ്മൾ ഈ ന്യൂസിലൂടെയൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം മീഡിയ പ്രൊവൈഡ്സ് പീപ്പിൾ ഇൻഫർമേഷൻ ആൻഡ് സ്കിൽ നീഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവുകളും ഇൻഫർമേഷൻസും കൊടുക്കുന്നത് മീഡിയ ആണ്. ഇറ്റ് ഗീവ്സ് ഓപ്പർച്യൂണിറ്റി ടു ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ ദാറ്റ് അഫക്റ്റ് ദെയർ ലൈഫ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഡിസിഷൻ അവരുടെ ജീവിതത്തിനെ ബാധിക്കുമെങ്കിൽ അവിടെ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ആരാണ്? മീഡിയ ആണ്, അല്ലേ? ശരിക്കും ഏതെങ്കിലും ഒരു ഇഷ്യൂ അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് ഒരു പൊതു അഭിപ്രായമുണ്ട്. അത് ഗവൺമെൻറ്റിനെ ബോധിപ്പിക്കാൻ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം അല്ലേ മീഡിയ? എന്തൊരു വിഷയം വന്നാലും നമ്മുടെ മീഡിയ ഇപ്പം എന്തിനു വിളിക്കും? മീറ്റിംഗ് വിളിക്കും, അല്ലേ? സംവാദം വയ്ക്കും. എന്നിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അതിലൂടെ പറയും. അപ്പോൾ അത് ആരുടെ ചെവിയിലെത്തും? നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ ചെവിയിലെത്തും. അവരതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. അത് തന്നെയാണ് ഇവിടെ പീപ്പിൾ പാർട്ടിസിപ്പേഷനും റോൾ ഓഫ് മീഡിയ എന്നും പറയുന്നത്. എന്ന് വെച്ചാൽ ഗുഡ് ഗവേണൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ആണ് പാർട്ടിസിപ്പേഷൻ. നമ്മൾ നേരത്തുള്ള ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മീഡിയ ഇൻക്രീസസ് പീപ്പിൾ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ ഗവേണൻസ്. പീപ്പിളിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂട്ടുന്നത് മീഡിയ തന്നെയാണ് ഗവേണൻസിൽ. It makes citizens feel that they have the right, the opportunity and a mechanism through which they can make their voices heard. അവർക്ക് പറയാനുള്ളത് ഗവൺമെൻറ്റിൽ എത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു മെക്കാനിസം ആണ് മീഡിയ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് മീഡിയ ചെയ്യുന്നത്. ത്രൂ മീഡിയ പീപ്പിൾ ക്യാൻ ഇൻഫ്ലുവൻസ് ഡിസിഷൻസ് ദാറ്റ് അഫക്റ്റ് ദിയർ ലൈഫ്. ജനങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കുന്ന തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ മീഡിയയിലൂടെ അവർക്ക് കഴിയുന്നു. മീഡിയ ഇൻക്രീസസ് ആക്സസ് ടു പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ, അല്ലേ? പൊളിറ്റിക്കൽ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് മീഡിയാസിലൂടെ തന്നെയാണ്. It provides for creation of a public sphere or space where people can participate over a wide range of debate and gives opportunity for presentation of different viewpoints. It creates democratic legitimacy over issues. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഒരു ഡിബേറ്റിന് അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ കുറേ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ അവിടെ ഗുഡ് ഗവേണൻസിൽ ഉറപ്പാക്കുന്നത്. അതിന് ഏറ്റവും സഹായിക്കുന്നത് മീഡിയ തന്നെയാണ്. അവരുടെ വ്യൂ പോയിൻറ്റ്സ്, ജനങ്ങൾക്കുള്ള വ്യൂ പോയിൻറ്റ്സ്, അവരുടെ അഭിപ്രായം ഒക്കെ പറയാനായിട്ട് ഗവൺമെൻറ്റ്സിനെ കേൾപ്പിക്കാനായിട്ട് സഹായിക്കുന്നത് മീഡിയ ആണ്. അപ്പം മീഡിയയും പീപ്പിൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ് ഗവേണൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് ആണ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. പീപ്പിൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റ്സിൻ്റെ ഡിസിഷനിൽ ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ പങ്കാളിയാകുന്നതിനെയാണ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അതിന് ഒരു വലിയ സിഗ്നിഫിക്കൻ്റ് റോള് തന്നെയാണ് നമ്മുടെ മീഡിയയ്ക്കുള്ളത്. മീഡിയ എന്ത് ചെയ്യുന്നു? അവർക്ക് അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും സ്കിൽസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് മീഡിയ ആണ്. അതുപോലെ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട ഡിസിഷൻസിൽ അവരുടെ വോയിസ് ഗവൺമെൻറ് ഹേർഡ് ചെയ്യിക്കാൻ സഹായിക്കുന്നതും മീഡിയ ആണ്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? പൊളിറ്റിക്കൽ ഇൻഫർമേഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അറിവ് കിട്ടുന്നതും മീഡിയയിലൂടെയാണ്. പിന്നെ മീഡിയ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു മെക്കാനിസം കൊടുക്കുന്നു. ജനങ്ങൾക്ക് അവരുടെ റൈറ്റ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നെ ഡിബേറ്റിലൂടെയും പിന്നെ
പൊതുവായിട്ടുള്ള മീറ്റിങ്സിലൂടെയെല്ലാം ഒരു വലിയൊരു കൂട്ടം ആളുകളുടെ ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് ഗവൺമെൻറ്റിൽ എത്തിക്കാനായിട്ട് മീഡിയയ്ക്ക് സഹായിക്കുന്നു. അപ്പം മീഡിയയും പീപ്പിൾസ് പാർട്ടിസിപ്പേഷനും അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി മീഡിയ ആൻഡ് പബ്ലിക് ഒപ്പീനിയനാണ്. മീഡിയയും പൊതുജന അഭിപ്രായവും എന്താണെന്ന് നോക്കാം. Media shapes public opinion by providing information on different issues not only to public but also to the policy makers. മീഡിയ എന്ത് ചെയ്യുന്നു? മീഡിയ പബ്ലിക് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നു, പൊതുജന അഭിപ്രായം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുന്നു, രൂപീകരിക്കുന്നു. എങ്ങനെയാണ്? ഒരു ഇഷ്യൂവിനെ കുറിച്ച് മാത്രമല്ല മീഡിയ നമുക്ക് റിപ്പോർട്ട്സ് സമർപ്പിക്കുന്നത്. പല ഇഷ്യൂസിനെ കുറിച്ചും റിപ്പോർട്ട്സ് കൊണ്ടുവന്നിട്ട് ഒരു പൊതുജന അഭിപ്രായം രൂപീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് മീഡിയ ആണ്. പബ്ലിക്കിന്, ജനങ്ങൾക്ക് മാത്രമല്ല പോളിസി മേക്കേഴ്സിനെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ബിൽഡ് ഗ്രാസ് റൂട്ട് സപ്പോർട്ട് ഓൺ കീ ഇഷ്യൂസ് ടു ഗെയിൻ ഇമ്പോർട്ടൻസ്. അതായത് വളരെ ആഴത്തിലുള്ള ഇഷ്യൂസിന് പോലും ഒരു സപ്പോർട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നത് അല്ലേ മീഡിയാസാണ്. നമ്മളൊട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന പല ഗുരുതരമായ വിഷയങ്ങളെയും കൊണ്ടുവന്ന് ജനശ്രദ്ധയിൽ കൊണ്ടുവരികയും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും വേണ്ട നടപടികൾ എടുപ്പിക്കുന്നതും എല്ലാം മീഡിയാസാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ റൈസിങ് അവയർനെസ് ഓഫ് പീപ്പിൾ. ജനങ്ങളിൽ അവയർനെസ് കൊണ്ടുവരാനായിട്ടും മീഡിയ ഹെൽപ്പ് ചെയ്യുന്നു. It is very important for any governance or democratic system to understand and accept public opinion because citizens' political actions are driven by their opinions. അതായത് ഒരു ഗവേണൻസിൽ അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ജനാധിപത്യ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് പബ്ലിക് ഒപ്പീനിയൻ, പൊതുജന അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ പൊളിറ്റിക്കൽ ആക്ഷൻസ്, രാഷ്ട്രീയപരമായിട്ടുള്ള നടപടികളെല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഈ ജനങ്ങളുടെ പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇറ്റ് ഹെൽപ്സ് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ടു അണ്ടർസ്റ്റാൻഡ് സിറ്റിസൻസ് എക്സ്പെക്ടേഷൻസ്. അതിലൂടെ, ഈ പൊതുജന അഭിപ്രായത്തിലൂടെ തന്നെ പൊളിറ്റിക്കലും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന് ജനങ്ങളുടെ എക്സ്പെക്ടേഷൻസ്, അവരെന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. Public opinion sheds light on the reason for specific policy outcomes. It also serves as a feedback to the government and its policies and actions. അതെ, ഒരു പൊതുജന അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് അല്ലേ? ഗവൺമെൻറ് എങ്ങനെ മുമ്പോട്ട് പോകുന്നു, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് ഫീഡ്ബാക്കായിട്ട് നമുക്ക് പബ്ലിക് ഒപ്പീനിയനെ കാണാം. Therefore, in democratic governance, authorities come to know about the aspirations, wishes, needs and grievances of people by taking public opinion. പബ്ലിക് ഒപ്പീനിയൻ വിലയിരുത്തുന്നതിലൂടെയാണ് ജനങ്ങളുടെ പരാതികൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം ആര് മനസ്സിലാക്കുന്നത്? ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ് മനസ്സിലാക്കുന്നത്. Media shapes opinion by providing the information on different issues not only to the public but also to the policy makers. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. മീഡിയ ഫസ്റ്റ് ഡ്രോസ് അറ്റൻഷൻ ടു ഇഷ്യൂസ്. ആദ്യം മീഡിയ എന്ത് ചെയ്യുന്നു? ആദ്യം ഏതെങ്കിലും ഒരു ഇഷ്യൂസിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു വരുന്നു. ദെൻ ഇറ്റ് പ്രൊവൈഡ് ഫാക്ട്സ്, ഇൻഫർമേഷൻസ് ആൻഡ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫാക്റ്റുകൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ എക്സ്പേർട്സ് അതിനെക്കുറിച്ച് എന്താണ് അവരുടെ അഭിപ്രായം, ഇതെല്ലാം മീഡിയ രണ്ടാമത് കൊണ്ടുവരുന്നു. ദിസ് എനേബിൾ സിറ്റിസൺസ് ടു വോയിസ് diverse opinions on governance and reform and help build public consensus to bring about change. അപ്പം ആദ്യം ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. രണ്ടാമത് അതുമായി ബന്ധപ്പെട്ട് അതങ്ങനെ സംഭവിക്കാൻ കാരണമായ ഫാക്റ്റ് എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട് എക്സ്പേർട്സിന് എന്താണ് അഭിപ്രായം, ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മനസ്സിൽ എന്തിരിക്കുന്നു, എന്ത് മാറ്റം കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്തായിരിക്കണം ഇവിടെ ജനങ്ങളിൽ ഉണ്ടാവേണ്ട ഒരു പൊതുജന അഭിപ്രായം, അതിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് മീഡിയ ആണ്. ഫൈനലി മീഡിയ പ്രൊവൈഡ് ദിസ് ഇൻഫർമേഷൻ ടു പബ്ലിക് പോളിസി മേക്കേഴ്സ്. എന്നിട്ട് ജനങ്ങൾക്ക് പറയാനുള്ള ആ ഒരു ഇൻഫർമേഷൻ അത് പബ്ലിക് പോളിസി മേക്കേഴ്സിലേക്ക് എത്തിക്കുന്നതും മീഡിയ ആണ്. സോ ദേ ക്യാൻ ഡെവലപ്പ് ആൻ ഇൻഫോംഡ് ഡിസിഷൻ ആൻഡ് മൂവ് ഫോർവേഡ് വിത്ത് എ പ്രോപ്പർ സൊല്യൂഷൻ ടു ദി ഇഷ്യൂ. അതുകൊണ്ട് തന്നെ ഏതൊരു ഇഷ്യൂവിനുള്ള പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്താനും ഈ പൊതുജന അഭിപ്രായത്തിലൂടെ ഗവൺമെൻറ്റിന് കഴിയും.
ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ മെക്കാനിസം ഓഫ് ചെക്സ് ആൻഡ് ബാലൻസസ് ഓൺ ഗവൺമെൻറ്. അതുപോലെ ഈ പൊതുജന അഭിപ്രായത്തിലൂടെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിൽ ഒരു ചെക്സ് ആൻഡ് ബാലൻസ്, അതായത് ഒരു ചെക്കിങ്ങും അതുപോലെ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നോ എന്നുള്ളൊരു ബാലൻസിങ്ങും ഈ പബ്ലിക് ഒപ്പീനിയനിലൂടെ സാധ്യമാകും. ഇനി എന്താണ് പറയുന്നത്? മീഡിയ ഓൾസോ ഹെൽപ്സ് ഇൻ റൈസിങ് അവെയർനെസ് ഓഫ് ദി പീപ്പിൾ ത്രൂ ഡിബേറ്റ്സ്, സ്പീച്ചസ്, പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് കറണ്ട് ഇഷ്യൂസ്. അത് നമ്മൾ പറഞ്ഞു. Such news and views help people to augment their political and social awareness, which in turn helps in formation of public opinion. അങ്ങനെ ഈ രീതിയിലൂടെയൊക്കെ പൊതുജന അഭിപ്രായം രൂപീകരിക്കാനും അത് ഗവൺമെൻറ്റിൽ എത്തിക്കാനും വേണ്ട നടപടികൾ എടുത്ത് ഓരോ ഇഷ്യൂസിനും ജനങ്ങൾ ആഗ്രഹിക്കുന്ന, എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ വിഷ് ചെയ്യുന്ന നടപടി അല്ലെങ്കിൽ സൊല്യൂഷൻ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് മീഡിയാസാണ്. ഇത്രയും കാര്യങ്ങളാണ് മീഡിയ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ മീഡിയയും അക്കൗണ്ടബിലിറ്റിയുമാണ്. അക്കൗണ്ടബിലിറ്റിയിൽ മീഡിയയ്ക്ക് എന്ത് റോളാണുള്ളതെന്ന് നോക്കാം. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ പിൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് പറയാം. ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞുകൂടാൻ കഴിയാത്ത, ഒഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഉത്തരവാദിത്വത്തിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. മീഡിയ ആക്ട് ആസ് എ വാച്ച് ഡോഗ് അഗെയിൻസ്റ്റ് ദ മിസ്യൂസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയുടെ ദുരുപയോഗത്തിന് എതിരെയുള്ള കാവൽ നായയായിട്ട് മീഡിയ ആക്ട് ചെയ്യുന്നു. എവിടെയെങ്കിലും ഒരു അധികാര ദുർവിനിയോഗം നടന്നാൽ അത് കണ്ടെത്താനുള്ള ഒരു കാവൽ നായയുടെ പണിയാണ് മീഡിയ ചെയ്യുന്നത്. ഇറ്റ് കണ്ടിന്യൂസ് വാച്ച് ഓൺ ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ആക്ഷൻസ്, എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി ഓഫ് ഗവൺമെൻറ് ടു ദി സിറ്റിസൺസ്, ദാറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് സർവീസ് ഡെലിവറി ആൻഡ് ഗവർണൻസ്. അത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റ്സിൻ്റെ പോളിസീസിനെയും ആക്ഷൻസിനെയും ഒക്കെ അവർ വാച്ച് ചെയ്യുന്നു മീഡിയാസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്തുറപ്പാക്കുന്നു? എൻഷുവേഴ്സ് അക്കൗണ്ടബിലിറ്റി ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഉറപ്പാക്കുന്നു. ആർക്കുള്ള ഉത്തരവാദിത്തം? സിറ്റിസൺസിന്. അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള സർവീസ് ഡെലിവറിയും ഗവർണൻസും എല്ലാം ഇംപ്രൂവ് ചെയ്യിക്കാനും മീഡിയ ശ്രമിക്കുന്നു. ദ മീഡിയ റിപ്പോർട്ട്സ് ആക്ട് ആസ് എ ചെക്ക് ഓൺ ദ ആട്രിബ്യൂട്ടറി യൂസ് ഓഫ് പവേഴ്സ് ബൈ ദ ഗവൺമെൻറ് അതോറിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻഷുർ ദാറ്റ് ട്രാൻസ്പാരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആർ അലേർഡ് ഇൻ ഗവർണൻസ്. മീഡിയ എന്ത് ചെയ്യുന്നു? മീഡിയയുടെ റിപ്പോർട്ട് ഗവൺമെൻറ് അധികാര ദുർവിനിയോഗം നടത്തുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. അതുപോലെ ഈ ഗവൺമെൻറ്റിന് ഗവൺമെൻറ് നടപടികളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതും ആര് തന്നെയാണ്? മീഡിയാസ് തന്നെയാണ്. അവർ ഗവൺമെൻറ് പ്രോസസ്സ് എല്ലാം കറക്റ്റായിട്ടാണ് നടക്കുന്നത്. അതിൽ തട്ടിപ്പും വെട്ടിപ്പും ഒന്നുമില്ല, അഴിമതി ഇല്ലാതെ അത് നടക്കുന്നുണ്ട്. ഗവൺമെൻറ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അവരവിടെ ഉത്തരവാദിത്തമില്ലാതെ ഇട്ടെറിഞ്ഞ് നടക്കുകയല്ല എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് മീഡിയ ആണ്. The World Bank has opined that media, by raising corruption as an important governance issue, creates space for discussion about it and also a public consensus to fight against it. വേൾഡ് ബാങ്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചൂഷണം ഉയർന്നു വരുന്നതിൽ അതുപോലെ ഗവർണൻസ് ഇഷ്യൂസിൽ ഉണ്ടാകുന്ന അഴിമതികളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ജനങ്ങൾ അതിനെതിരെ പൊരുതാനായിട്ട് കാരണമാകുന്നത് മീഡിയ ആണെന്ന് വേൾഡ് ബാങ്ക് പറയുന്നുണ്ട്. Transparency in governance allows for check on the possible conflict of interest and ensures greater legitimacy for the government. Media, with its investigative reports, is able to shed light on these possible conflicts of interest. It ensures that a clarity is maintained in the execution of all government policies and government is taking care of the interest of the masses but not on one particular group or section of the society. മീഡിയ എന്താ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഫേവറായിട്ടാണോ അതോ ജനങ്ങൾക്ക് മൊത്തത്തിൽ ക്ഷേമത്തിനാണോ പ്രവർത്തിക്കുന്നത്? അവരുടെ പോളിസീസിലെല്ലാം ട്രാൻസ്പെറൻസിയും അതുപോലെ അക്കൗണ്ടബിലിറ്റിയും ഉണ്ടോ? ഏതെങ്കിലും രീതിയിൽ അഴിമതി നടക്കുന്നുണ്ടോ?
ഗവൺമെൻറ് ജനങ്ങളോട് നീതി പാലിക്കുന്നുണ്ടോ? ഗവൺമെൻറ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തന്നെയാണോ പ്രവർത്തിക്കുന്നത്? അധികാര ദുർവിനിയോഗം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ചെക്കുകൾ നടത്തുന്നത്, ഇങ്ങനെയുള്ള ചെക്കിംഗ് ഒക്കെ നടത്തുന്നത് മീഡിയ ആണ്. മീഡിയ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ട്രാൻസ്പെറൻ്റ് ആണോ അക്കൗണ്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിനെ വളരെ ഉത്തരവാദിത്വം ഉള്ളവരാക്കി മാറ്റുന്നത് മീഡിയാസാണ്. ഓക്കെ, അത്രയും കാര്യമാണ് മീഡിയ ആൻഡ് അക്കൗണ്ടബിലിറ്റി. അടുത്തത് മീഡിയ ആൻഡ് ചേഞ്ച് ആണ്. മീഡിയ ഹാസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ബീയിങ് എ ചേഞ്ച് ഏജന്റ്. ഡ്യൂ ടു ഇറ്റ്സ് വൈഡ് ഔട്ട്റീച്ച്, മീഡിയ ഹാസ് പ്ലേഡ് എ ഹ്യൂജ് റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി. ഇറ്റ് ഇംപ്ലൈസ് പോസിറ്റീവ് ചേഞ്ച് വെയർ ഓൾഡ് പ്രാക്ടീസസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ ചേഞ്ച്ഡ് ടുവേർഡ്സ് എ ബെറ്റർ സിസ്റ്റം ആൻഡ് പ്രോസസ്സസ്. അതായത് ഒരു ചേഞ്ച്, ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് മീഡിയയ്ക്ക് ഒരു ഭയങ്കര പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ചാനലുണ്ടല്ലോ മലയാളത്തിൽ. ഫ്ലവേഴ്സ് ന്യൂസ് ചാനലിൽ നമ്മൾ തൃശ്ശൂർ പൂരമൊക്കെ അവർ കൊണ്ടുവന്ന് ന്യൂസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ടെക്നോളജി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ആരാണ്? ഫ്ലവേഴ്സ് ന്യൂസ് ചാനലാണ് അല്ലേ. ആ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി എന്നൊരു മാറ്റം ന്യൂസ് ചാനൽ കൊണ്ടുവരുന്നത് ഫ്ലവേഴ്സാണ്. അതിനുശേഷമാണ് മറ്റ് പല ചാനലിലും ആ ടെക്നോളജി വരാൻ തുടങ്ങിയത്. ഇപ്പോഴും എല്ലാ ചാനലിലും ഒന്നും എനിക്ക് തോന്നുന്നില്ല ആ ടെക്നോളജി ഉണ്ടെന്ന്. അപ്പം മാറ്റങ്ങൾ, അങ്ങനൊരു ടെക്നോളജി നമ്മുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ ന്യൂസ് ചാനൽസ് അല്ലെങ്കിൽ മീഡിയാസാണ്. അപ്പം മീഡിയയ്ക്ക് ചേഞ്ച് കൊണ്ടുവരാൻ വളരെ വലിയൊരു പൊട്ടൻഷ്യൽ തന്നെയാണ് ഉള്ളത്. അവരെന്ത് ചെയ്യുന്നു? അവരുടെ റീച്ച്, ശരിയാണ്, മീഡിയാസിൻ്റെ റീച്ച്, ഔട്ട് റീച്ച് എന്ന് പറഞ്ഞാൽ വളരെ വലുതല്ലേ. അവർ എവിടെ നിന്നൊക്കെയാണ് അവരുടെ ഇൻഫോർമേഷൻസ് എവിടെ നിന്നൊക്കെയാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ പോലും അറിയില്ല. അവർ ന്യൂസ് റിപ്പോർട്ട് വേൾഡിൽ നിന്നും ഇങ്ങനെ ലോക്കൽ ഏരിയാസ് വരെയുള്ള ന്യൂസ് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴും തന്നെ അവർ വളരെ അപ്ഡേറ്റഡ് ആണ്. ലേറ്റസ്റ്റ് ടെക്നോളജീസിനെ കുറിച്ചും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചുമൊക്കെ മീഡിയ നല്ല അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഒരു രാജ്യത്ത് മാറ്റം കൊണ്ടുവരാനും മാറ്റത്തിനനുസൃതമായ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനും ഒക്കെ മീഡിയയ്ക്ക് ഭയങ്കര പൊട്ടൻഷ്യലാണ് ഉള്ളത്. മീഡിയ ഹാസ് ആൻ ഇൻഫ്ലുവൻസിങ് റോൾ ഇൻ ചേഞ്ചിങ് ദ മൈൻഡ് സെറ്റ് ഓഫ് ദ പീപ്പിൾ. അടുത്ത എന്താണ്? ജനങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റാനായിട്ട് അവർക്കൊരു റോളുണ്ട്. ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു റോള് തന്നെ മീഡിയാസിനുണ്ട്. ആൻഡ് മൗൾഡ്സ് ദെയർ പെർസെപ്ഷൻ. ശരിയാ, ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനെ രൂപീകരിക്കുന്നത് മീഡിയാസ് തന്നെയാണ് അല്ലേ. ഇപ്പം എനിക്ക് ഏതെങ്കിലും ഒരു ഇഷ്യൂസിനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിൽ ഒരു ശതമാനം സ്വാധീനം ചെലുത്തുന്നത് മീഡിയ തന്നെയാണ്. ഇറ്റ് റൈസസ് വേരിയസ് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഇൻഫ്ലുവൻസസ് ദ പബ്ലിക് ഒപ്പീനിയൻ. ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അവർ പൊതുജന അഭിപ്രായങ്ങളൊക്കെ കൊണ്ടുവരുന്നു. ഇറ്റ് മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ദെയർ റൈറ്റ് ആസ് വെൽ ആസ് ഡ്യൂട്ടീസ്. ഈ മീഡിയാസ് ജനങ്ങളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ അവരുടെ കർത്തവ്യങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുന്നു. എസ്പെഷ്യലി ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ വിത്ത് വൈഡ് സ്പ്രെഡ് പോവർട്ടി ആൻഡ് ഇഗ്നോറൻസ്, മീഡിയ പ്ലേസ് എ കീ റോൾ ഇൻ ചേഞ്ചിങ് പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ്. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൽ അതായത് പോവർട്ടിയും ഇഗ്നോറൻസും, ദാരിദ്ര്യവും, അതുപോലെ ഇഗ്നോറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇഗ്നോറൻസ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയും ദാരിദ്ര്യവും ഒക്കെ ഡോമിനേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് മീഡിയയ്ക്ക് വളരെ ഒരു കീ റോള് തന്നെയാണ് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റുന്നതിലുള്ളത്. We have several examples where media has played a crucial role in creating awareness on various social evils and bringing the desired change. അതായത് മീഡിയയ്ക്ക് ഒരു ക്രൂഷ്യൽ റോള് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ നമ്മുടെ സമൂഹത്തിലുള്ള സോഷ്യൽ ഈവിൽസ്, മോശമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഡിസൈഡ് ആയിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് മീഡിയ ശ്രമിച്ചതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ഉണ്ടെന്നാണ് പറയുന്നത്.
Media gives information about the government plans, programs relating to poverty eradication, women empowerment, literacy, employment, etc. It generates awareness among the people on various social, economic, environmental issues. മീഡിയ എന്തിനെ കുറിച്ചുള്ളൊക്കെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നുണ്ട്? ഗവൺമെൻറ്റിൻ്റെ പ്ലാൻസിനെ കുറിച്ച്, അതുപോലെ പോവേർട്ടി ഇറാഡിക്കേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പിന്നെ സ്ത്രീ ശാക്തീകരണം, പിന്നെ ലിറ്ററസി സാക്ഷരത, അതുപോലെ എംപ്ലോയ്മെൻറ്റ് തൊഴിൽ, ഇതിനെയൊക്കെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ സോഷ്യൽ, അതായത് സാമൂഹികവും സാമ്പത്തികവും, അതുപോലെ നമ്മുടെ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതി സംബന്ധിച്ച് ഇഷ്യൂസിൽ എല്ലാം നമ്മുടെ ജനങ്ങളിൽ അവയർനെസ് കൊണ്ടുവരാൻ ആർക്ക് കഴിയുന്നുണ്ട്? മീഡിയാസിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് ന്യൂ ഐഡിയാസും പ്രാക്ടീസസും ഒക്കെ നടപ്പിലാക്കുന്നതിൽ ഉള്ളത്. അതുപോലെ ഡെവലപ്മെൻറ്റ് പ്ലാൻസും പ്രോഗ്രാംസും എല്ലാം റൂറൽ ഏരിയാസിൽ നടപ്പിലാക്കുന്നതിനും ടെലിവിഷനും റേഡിയോയും എല്ലാം ഒരു വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാം. ഇതെല്ലാം നമ്മൾ ഈ ഫാക്റ്റ് എല്ലാം അറിഞ്ഞിരുന്നാൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ, അല്ലേ? എന്താണ് മീഡിയ ചേഞ്ച് എങ്ങനെ നടപ്പിലാക്കുന്നു, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ആസ്പദമാക്കി നമുക്ക് തന്നെ എഴുതാം, എസ്സേ എഴുതാൻ കഴിയും. എളുപ്പമുള്ളതാണ് ഇതെല്ലാം. ഇനിയെന്ന് പറഞ്ഞാൽ മീഡിയയും ഹ്യൂമൻ റൈറ്റ്സും ആണ്. മീഡിയയും മനുഷ്യാവകാശവും. One of the characteristics of good governance is the protection and the promotion of human right. സൽഭരണം അല്ലെങ്കിൽ സദ്ഭരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശത്തിൻ്റെ സംരക്ഷണവും അതുപോലെ അതിൻ്റെ പ്രൊമോഷനുമാണ്. മീഡിയ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ പ്രൊട്ടക്റ്റിംഗ് ഹ്യൂമൻ റൈറ്റ്സ്. ജനങ്ങളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടുന്നതിൽ ഒരു വലിയ പങ്ക് തന്നെയാണ് മീഡിയ വഹിക്കുന്നത്. മീഡിയ വെൻ ദ സ്റ്റേറ്റ് ഫെയിൽ ടു പ്രൊട്ടക്ട് ദി ഹ്യൂമൻ റൈറ്റ്, അതായത് എപ്പോഴെങ്കിലും നമ്മുടെ രാജ്യം മനുഷ്യാവകാശ സംരക്ഷണത്തിന് അല്ലെങ്കിൽ മനുഷ്യാവകാശ സംരക്ഷണം ഫെയിൽ ആവുകയാണെങ്കിൽ, എവിടെയെങ്കിലും പരാജയപ്പെടുന്നു, നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം മനുഷ്യാവകാശ സംരക്ഷണം നടത്തുന്നതിൽ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, then there is a violation of human right. മനുഷ്യാവകാശം എവിടെയെങ്കിലും വയലേറ്റഡ് ആവുകയാണെങ്കിൽ മീഡിയ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ദ ഇഷ്യൂ ആൻഡ് എൻഷുർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്. ആ ഇഷ്യൂവിനെ വളരെ പെട്ടെന്ന് തന്നെ മീഡിയ റിപ്പോർട്ട് ചെയ്യുകയും അവിടെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ഉറപ്പാക്കുകയും എൻഷുർ ചെയ്യുകയും ചെയ്യും. അത് വളരെ കറക്റ്റായിട്ടൊരു കാര്യമാണ്, അല്ലേ? എവിടെയെങ്കിലും ആർക്കെങ്കിലും മനുഷ്യാവകാശ ലംഘനം നടന്നു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ അശ്രദ്ധ കൊണ്ടാണല്ലോ അവിടെ മനുഷ്യാവകാശ ലംഘനം സംഭവിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അതിന് വേണ്ട നടപടികൾ ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഗവൺമെൻറ്റിനെ കൊണ്ട് സഡനായിട്ട് പിന്നെ നടപടി എടുപ്പിക്കാനും ഒക്കെ ശ്രമിപ്പിക്കുന്നത് മീഡിയാസാണ്. അപ്പം ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ പ്രൊമോഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് തന്നെയാണ് മീഡിയയ്ക്കുള്ളതെന്ന് പറയാം. Media has a very important role in securing, protecting and promoting human rights. It can create awareness about the concept of human rights and a congenial environment for their protection. Certain human rights which are basic to human development, like right to equality, freedom of speech, right to peace, right to a dignified life, should be the common agenda of media and given topmost priority in converge. Media should build a culture of human rights through all segments of society. അതായത് മുൻതൂക്കം കൊടുക്കുന്ന, പ്രയോറിറ്റി കൊടുക്കുന്ന റൈറ്റ് എന്തൊക്കെയാണ്? റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം, അല്ലേ? അതുപോലെ ഫ്രീഡം ഓഫ് സ്പീച്ച്, നമുക്ക് നമ്മുടെ അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ റൈറ്റ് ടു പീസ്, സമാധാനപരമായി ജീവിക്കാനുള്ള അവകാശം. റൈറ്റ് ടു എ ഡിഗ്നിഫൈഡ് ലൈഫ്, നമ്മൾ ഡിഗ്നിഫൈഡ് ആണെന്ന് ചിന്തിക്കുന്ന ഒരു ജീവിതം നമുക്ക് ജീവിക്കാനുള്ള അവകാശം. ഇതൊക്കെയാണ് മീഡിയ പ്രയോറിറ്റി കൊടുക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്.
എല്ലാ സെഗ്മെൻറ്റ്സ് ഓഫ് സൊസൈറ്റിയിലും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് ഉറപ്പാക്കുന്നതും മീഡിയ ആണ്. മീഡിയ ഇൻ പർട്ടിക്കുലർ ഷുഡ് പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ കേസ് ഓഫ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. എവിടെയെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻ ഉണ്ടായാൽ അവരവിടെ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുന്നു. ഇറ്റ് ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിപ്പോർട്ട് ഓൺ കേസസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. അവർ ഈ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ എവിടെയാണോ നടന്നത് അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവിടെ അതിൻ്റെ റിപ്പോർട്ട് അപ്പോൾ തന്നെ അവർ prepare ചെയ്തു. Along with bringing out the shortages and challenges in the protection of human rights, it should also cover the success stories of individuals and organizations striving hard for securing and protecting human rights. അതെ, എവിടെയാണോ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത് അവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, സക്സസ് സ്റ്റോറീസും മീഡിയാസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്ത് ജനങ്ങളെ സംരക്ഷിക്കുന്ന സക്സസ് സ്റ്റോറീസും മീഡിയാസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. മീഡിയ ക്യാൻ ആക്ട് ആസ് എ ചെക്ക് ഓൺ ദ ആട്രിബ്യൂട്ടറി യൂസ് ഓഫ് പവർ ദാറ്റ് എഫക്റ്റ് ഹ്യൂമൻ റൈറ്റ്സ്. അതുപോലെ അധികാര ദുർവിനിയോഗം നടക്കുന്നുണ്ടോ, ഹ്യൂമൻ റൈറ്റ്സിനെ ബാധിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്നത്. സിൻസ് മീഡിയ പ്ലേസ് ദ റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ പബ്ലിക്. മീഡിയയുടെ ഒരു റോളെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റും പബ്ലിക്കും ജനങ്ങളും ഗവൺമെൻറ്റുമായിട്ട് ഉള്ളൊരു ആശയവിനിമയം നടത്തുന്നത് മീഡിയയിലൂടെയാണ്. ഇറ്റ് ക്യാൻ ഓൾസോ പ്ലേ ആൻ എഫക്റ്റീവ് റോൾ ഇൻ മേക്കിംഗ് ദ അതോറിറ്റീസ് അവെയർ ഓഫ് ദെയർ ഡ്യൂട്ടീസ്. അതുകൊണ്ട് തന്നെ അതോറിറ്റീസിന് അവരുടെ കർത്തവ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ മീഡിയയ്ക്ക് കഴിയുന്നു. മീഡിയ ഹാസ് എ റോൾ ഇൻ ജനറേറ്റിംഗ് അവയർനെസ് എമംഗ് സിറ്റിസൺസ് അബൌട്ട് ദ റൈറ്റ് ആൻഡ് ഓൾസോ ബിക്കം എ റിലയബിൾ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടു ദ പബ്ലിക് അതോറിറ്റീസ് ആൻഡ് സിവിൽ സൊസൈറ്റി വർക്കിംഗ് ടുവേർഡ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ജനങ്ങളിൽ അവയർനെസ് കൊണ്ടുവന്ന് അവരുടെ റൈറ്റ്സ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിലനിർത്തി ഒരു നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ മീഡിയ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് റോള് തന്നെയാണ് ചെയ്യുന്നത്. അടുത്തത് മീഡിയ ആൻഡ് റൂൾ ഓഫ് ലോ ആണ്. മീഡിയയും നിയമവാഴ്ചയും എന്താണെന്ന് നോക്കാം. റൂൾ ഓഫ് ലോ ഈസ് എസെൻഷ്യൽ ഫോർ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഡെമോക്രസി. നിയമവാഴ്ച, നിയമം നിലനിന്നാൽ മാത്രമാണ് ഡെമോക്രസി സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. അക്കോർഡിംഗ് ടു ദ യുണൈറ്റഡ് നേഷൻസ്, ദ ടേം റൂൾ ഓഫ് ലോ റെഫേഴ്സ് ടു എ പ്രിൻസിപ്പിൾ ഓഫ് ഗവർണൻസ് ഇൻ വിച്ച് ഓൾ പേഴ്സൺസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻറ്റൈറ്റീസ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്, ഇൻക്ലൂഡിംഗ് ദ സ്റ്റേറ്റ് itself, are accountable to laws that are publicly promulgated, equally enforced and independently adjudicated, and which are consistent with international human rights norms and standards. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അത് തന്നെയാണ് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കും എവിടെയും പ്രത്യേക കൺസിഡറേഷനൊന്നുമില്ല. അത് സ്റ്റേറ്റ് ആണെങ്കിൽ കൂടിയും ജനങ്ങളാണെങ്കിൽ കൂടിയും നിയമത്തിന് മുന്നിൽ എല്ലാവരും സമം ആണ്. അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ ഈസ് വൺ ഓഫ് ദി കീ പില്ലേഴ്സ് ഓഫ് ഗുഡ് ഗവർണൻസ്. ഗുഡ് ഗവർണൻസിൻ്റെ ഒരു നെടും തൂണെന്ന് തന്നെ നമുക്ക് റൂൾ ഓഫ് ലോയെ വിളിക്കാം. വെൻ റൂൾ ഓഫ് ലോ ഈസ് എൻഷുർഡ്, ഇറ്റ് ബിൽഡ്സ് കോൺഫിഡൻസ് ഇൻ ഡെമോക്രാറ്റിക് പ്രോസസ് ഓഫ് ദി കൺട്രി. എപ്പോഴാണ് നിയമവാഴ്ച നമ്മൾ ഉറപ്പാക്കുന്നത്, അപ്പോൾ നമുക്കൊരു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് പ്രോസസ്സിൽ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉറപ്പാക്കാൻ കഴിയും. വെൻ ഇറ്റ് ഈസ് നോട്ട് റെസ്പെക്റ്റഡ്, by the term rule of law, we simply mean that everyone is equal before the law and some rule applies equality to everyone and same rule applies equality to everyone. അതായത് റൂൾ ഓഫ് ലോ നമുക്ക് സിംപ്ലി പറയാനാണെങ്കിൽ എന്താണ്? എവരി വൺ ഈസ് ഈക്വൽ ബിഫോർ ദ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഈക്വലാണ്. ഇത് തന്നെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. മീഡിയ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ബൈ പ്രൊമോട്ടിംഗ് വിജിലൻസ് ഓവർ മെയിൻറ്റെയിനിങ് ഓഫ് അപ്ഹോൾഡിംഗ് റൂൾ ഓഫ് ലോ. ഇവിടെ മീഡിയയുടെ റോളെന്ന് പറഞ്ഞാൽ ഒരു വിജിലൻസിൻ്റെ റോളാണ്. വിജിലൻസ് എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ടോ എന്ന് ഒരു വിജിലൻസിൻ്റെ ജോലിയാണ് ഇവിടെ മീഡിയ ചെയ്യുന്നത്. ഇറ്റ് ഗീവ്സ് വൈഡ് കവറേജ് ടു എനി ഡീവിയേഷൻ ഇൻ ദ യൂസ് ഓഫ് റൂൾ ഓഫ് ലോ. എവിടെയെങ്കിലും റൂൾ ഓഫ് ലോയിൽ ഡീവിയേഷൻ സംഭവിക്കുകയാണെങ്കിൽ
അവിടെ അവർ വൈഡ് കവറേജ് കൊണ്ടുവരും. ദിസ് ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ മാസസ് ആൻഡ് പ്രഷറൈസസ് ദ ഗവൺമെൻറ് ടു ടേക്ക് സ്യൂട്ടബിൾ ആക്ഷൻസ്. ഇതുകൊണ്ട് തന്നെ അങ്ങനെ അവർ അവിടെ കവറേജ് കൊണ്ടുവരുമ്പം പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് സ്യൂട്ടബിൾ ആക്ഷൻസ് എടുക്കാൻ ബാധ്യസ്ഥരാകുന്നു. മീഡിയ പ്രൊമോട്ട്സ് വിജിലൻസ് ടുവേർഡ്സ് ദ റൂൾ ഓഫ് ലോ എസ്പെഷ്യലി ത്രൂ ഫോസ്റ്ററിംഗ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, എൻഷോർസ് ദ ഓപ്പൺനെസ് ഓഫ് കോർട്ട്, ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീഡിങ്സ് ആൻഡ് ആക്സസ് ടു ഒഫീഷ്യൽസ് ആൻഡ് പബ്ലിക് ഡോക്യുമെൻറ്റ്സ്. ഇവിടെ റൂൾ ഓഫ് ലോ കൃത്യമായിട്ടാണോ മുന്നോട്ട് പോകുന്നതെന്ന് എങ്ങനെയാണ് മീഡിയ ചെക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരെന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്നു ഇല്ലേ? അതായത് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ന്യൂസ് ചാനലിലൊക്കെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, അവരായിട്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം അതിൻ്റെ പുറകെ പോയി അതിൻ്റെ ആളുകളെ എല്ലാം കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതൊക്കെ അതൊക്കെ ഈ റൂൾ ഓഫ് ലോയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യിക്കുന്നത്, പിന്നെ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീഡിങ്സ്, അതുപോലെ ഒഫീഷ്യലും പബ്ലിക്കുമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെ പുറത്തു കൊണ്ടുവന്ന് നിയമം വാഴ്ച കൃത്യമായി നടക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന വിജിലൻസ് ആക്ഷൻ എടുക്കുന്നത് നമ്മുടെ മീഡിയ ആണ്. നോ റൂൾ ഓഫ് ലോ ക്യാൻ വർക്ക് സക്സസ്ഫുള്ളി അൺലെസ് പീപ്പിൾ ഹാവ് ഫെയ്ത്ത് ഇൻ ഇറ്റ്. ജനങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും നിയമവാഴ്ച സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവില്ല. ദേ നീഡ് ടു ബി അഷ്യൂർഡ് ദാറ്റ് ദർ ഈസ് സം സിസ്റ്റം ടു റേസ് ദെയർ വോയിസ് വെൻ ലോ ഈസ് surpassed and supremacy of law is threatened, and every case of violation of rule of law will be treated in a just and fair manner. This instills their faith in governance. In particular, rule of law can be protected in the presence of independent and honest judiciary. It gives wide coverage to the public interest litigation in which concerned actor, citizens and other voluntary organizations can bring to the notice of the Supreme Court or the High Court of State and any issue which need immediate attention and redressal of the affected parties. This also acts as a great shield for the protection and promotion of rule of law in the country. എവിടെയെങ്കിലും റൂൾ ഓഫ് ലോ നടപ്പിലായില്ലെങ്കിൽ അവിടെ ആരാ ഇടപെടുന്നതെന്ന് ചോദിച്ചാൽ അവിടെ നമ്മുടെ ജുഡീഷ്യറിയാണ് ഇടപെടുന്നത്. റൂൾ ഓഫ് ലോ കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ ഒരു പ്രധാന പങ്ക് നമ്മുടെ ജുഡീഷ്യറിക്കാണ്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിയമവാഴ്ച കൃത്യമായി നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അതായത് എവിടെയെങ്കിലും നിയമവാഴ്ച നടക്കാതെ വരികയും സുപ്രീമസി ഓഫ് ദി ലോ, അതായത് നിയമത്തിൻ്റെ ആ സുപ്രീമസിയെ ത്രെട്ടൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നല്ലൊരു രീതിയിൽ നേരിട്ട് റൂൾ ഓഫ് ലോ പുനഃസ്ഥാപിക്കാൻ ഉള്ള ഉത്തരവാദിത്തം നമ്മുടെ ജുഡീഷ്യറിക്കാണ്. പൊതു താൽപര്യ ഹർജി, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പം CAA നമ്മുടെ സിറ്റിസൺസ് അമെൻമെൻറ്റ് ബില്ല് അത് തന്നെ എടുക്കുകയാണെങ്കിൽ സിറ്റിസൺ അമെൻമെൻറ്റ് ബില്ല് വന്നപ്പോഴത്തേക്കും മുസ്ലിംസ് പിന്നെ ഒരു വിഭാഗം മുസ്ലിംസിന് പൗരത്വം കിട്ടാതെ വരുമെന്നും കുറേ പേരെ പിന്നെ തടങ്കലിലേക്ക് മാറ്റേണ്ടി വരുമെന്നും കുറേ പേർക്ക് പൗരത്വം നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞ സമയങ്ങളിൽ നിയമവാഴ്ച തടസ്സപ്പെടുമെന്ന് മനസ്സിലാക്കുകയും അതിനെതിരായിട്ട് പിന്നെ പൊതു താൽപര്യ ഹർജി കോടതി സമർപ്പിക്കുകയും കോടതി അതിന് പിന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സിറ്റിംഗ് ബെഞ്ച് രൂപീകരിക്കുകയും അത് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുകയുണ്ടായല്ലോ. ഇതൊക്കെ ഈ നിയമവാഴ്ച എങ്ങനെ നടപ്പിലാക്കണം, അല്ലെങ്കിൽ നിയമവാഴ്ച പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള മീഡിയയുടെ ഒരു പ്രാധാന്യത്തെ വിളിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ നിയമവാഴ്ച കൃത്യമായി നടക്കുന്നുണ്ടോ എന്നും, അല്ലെങ്കിൽ അതിലെവിടെയെങ്കിലും വീഴ്ച വന്നാൽ അതുമായി ബന്ധപ്പെട്ട് വരുന്നത് ഗവൺമെൻറ് അല്ല ജുഡീഷ്യറിയാണ് അത് ഇടപെടുന്നത്. നിയമവാഴ്ചയെ പുനഃസ്ഥാപിക്കുന്നത് ജുഡീഷ്യറിയാണെന്ന് ഓർക്കുക. നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നതാണ് നിയമവാഴ്ച. അത് എൻഷുർ ചെയ്യിക്കാൻ, അത് ഉറപ്പാക്കാൻ വേണ്ടി മീഡിയ എങ്ങനെയെല്ലാം ശ്രമിക്കുന്നു, മീഡിയയുടെ റോൾ എന്താണ്, അത്രയും കാര്യങ്ങളാണ് മീഡിയ ആൻഡ് റൂൾ ഓഫ് ലോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ചലഞ്ചസ് ഫോർ മീഡിയ ഉണ്ട്. മീഡിയ നേരിടുന്ന വെല്ലുവിളികളെന്ന്, അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ഒന്ന് പറഞ്ഞു തന്നേക്കാം. അതായത്
മീഡിയാസിൻ്റെ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ, മീഡിയാസിൽ ഇന്ന് നേരിടുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ, ചില സമയങ്ങളിൽ മീഡിയ ഒരുപോലെ ജനങ്ങൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് തരുന്നുണ്ടെങ്കിൽ കൂടിയും അവർക്ക് പൊതു താല്പര്യമുള്ള പാർട്ടി അല്ലെങ്കിൽ ആ ആളുകളെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് അല്ലേ. നമുക്ക് തന്നെ അറിയാം, ജയ് ഹിന്ദ് എന്തോ BJPയുടെ ചാനലാണെന്നല്ലേ പൊതുവേ നമ്മൾ പറയുന്നത്. എന്താണ്, അവർ BJP എപ്പോഴും വെള്ളപൂശിക്കൊണ്ടാണ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അതൊരു ചലഞ്ചാണ്. പിന്നെന്ന് പറഞ്ഞാൽ മീഡിയാസിൻ്റെ അധികാരത്തിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, കുറേ തടസ്സങ്ങളുണ്ട് അല്ലേ. മീഡിയാസിന് അവരുടെ റിപ്പോർട്ട് ചെയ്യുന്നതിന് കുറേ പരിധികളുണ്ട്. ഒരു പരിധിക്കപ്പുറത്ത് അവർക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പിന്നെന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ ലാർജ് സ്കെയിൽ മിസ്യൂസും ഉണ്ടാവുന്നു. മീഡിയാസിൻ്റെ പവർ അവർ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ use of ICT and responsible social media also plays an important role in developing informed citizens. അതുപോലെ എല്ലാം ഇൻഫോംഡ് ആയിട്ടുള്ള സിറ്റിസൺസിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഇന്ന് ഈ ICTയും സോഷ്യൽ മീഡിയാസും ഒക്കെ വന്നതുകൊണ്ട് മീഡിയാസ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ building professionalism, ethical standard of media through independence, building capacity, enhancing their accountability, free from intervention by the state and the media owns and democratic media access. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഈ രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ മോശമാക്കി കാണിക്കാത്ത രീതിയിൽ റിപ്പോർട്ട് ചെയ്യിക്കുന്നു, അതിൽ എത്രത്തോളം നീതി പാലിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഒന്നും മീഡിയയ്ക്ക് എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടാൻ കഴിയുന്നില്ല, അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ സമയത്തെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയാസിനും ICTക്കും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ മീഡിയയ്ക്ക് ജനങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നതിലൊക്കെ ഒരു പരിധി ഉണ്ട്. നേരത്തെ പോലെ ന്യൂസ് ചാനൽസിനെ മാത്രമല്ല നമ്മളിപ്പം വാർത്തകൾക്കായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വേറെ പല സോഴ്സസും ഉണ്ട്. അപ്പോൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ചാലഞ്ചസ് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പിന്നെ മീഡിയ മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സും ടൈപ്സ് ഓഫ് മീഡിയയും കൂടെ 10 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കാം. പിന്നെ മീഡിയ ആൻഡ് ഗവേണൻസ്, അത് 20 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ മീഡിയയും ഗവേണൻസുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എഴുതുക. പിന്നെ മീഡിയ ഡെമോക്രസി, മീഡിയം പീപ്പിൾ പാർട്ടിസിപ്പേഷനും, മീഡിയം പബ്ലിക് ഒപ്പീനിയനും, മീഡിയം അക്കൗണ്ടബിലിറ്റിയും, മീഡിയം ചേഞ്ചും, മീഡിയം ഹ്യൂമൻ റൈറ്റും, മീഡിയം റൂൾ ഓഫ് ലോ. ഇത്ര എഴുതുമ്പോഴത്തേക്കും എന്നിട്ടൊരു കൺക്ലൂഷനും കൂടെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ 20 മാർക്കിൻ്റെ റെഡിയായി. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത് 2 ചോദ്യങ്ങളാണ് ചോദിക്കാൻ ചാൻസ്. അപ്പോൾ ഈ പാഠം കഴിഞ്ഞു.